ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇനി നിങ്ങളാരും ഒന്നും പറയണമെന്നില്ല. അവനെ ഒളിപ്പിച്ച സ്ഥലം എന്റെ ആളുകൾ കണ്ടെത്തി. തൽക്കാലം ഞാൻ നിങ്ങളെ കൊല്ലുന്നില്ല. എനിക്ക് വേണ്ടത് അനൂപിന്. അവൻ എനിക്ക് കിട്ടി. തമ്പാനെ റെഡിയാണോ? എന്താ കാണിക്കുന്നത്? അച്ഛാ ഈ വീട്ടിലുള്ള എല്ലാവരും കത്തി തീരാൻ പോവാ. അർച്ചനെ, ഈ കുടുംബം മുഴുവൻ കത്തി തീരട്ടെന്നാണോ നീ വിചാരിക്കുന്നത്? അച്ഛാ, അച്ഛനെങ്കിൽ ഇവളോടൊന്ന് സത്യം പറയാൻ പറഞ്ഞൂടെ? ഇല്ലെങ്കിൽ നമ്മൾ എല്ലാരും ഇതിനകത്ത് കിടന്ന് കത്തി ചാമ്പലാവും. അർച്ചനെ, എന്തിനാ നീ ഞങ്ങളെല്ലാരും ഇങ്ങനെ കുരുതി കൊടുക്കുന്നത്? ഞങ്ങളൊക്കെ നിന്നോട് എന്ത് തെറ്റ് ചെയ്തു? ഈ വീടിനകത്ത് 2 കുഞ്ഞുങ്ങളുണ്ട്. അകത്ത് രോഗിയായ എന്റെ ഭർത്താവ് എഴുന്നേക്കാൻ വയ്യാതെ കിടക്കുന്നുണ്ട്. എന്റെ നന്ദേട്ടൻ. അവര് നിന്നോട് എന്ത് തെറ്റാ ചെയ്തത്? അവരുടെ ജീവന് പോലും നിനക്ക് ഒരു വിലയില്ല. അതിനേക്കാൾ വലുതാണ് നിനക്ക് നിന്റെ ആങ്ങളുടെ ജീവിതം. സച്ചിയെങ്കിലും ഒന്ന് സത്യം പറഞ്ഞു കൊടുക്ക്. അല്ലെങ്കിൽ ഇയാള് നമ്മളെല്ലാരും കൊല്ലും. മോളെ, ഞാനൊരു വയസ്സനാ. മരിക്കാൻ എനിക്ക് ഒരു പേടിയില്ല. പക്ഷെ ഈ വീട്ടിൽ 2 പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട്. അത് നീ മറക്കരുത്. നന്ദൻ എഴുന്നേക്കാൻ പോലും വയ്യാതെ അകത്ത് കിടക്കുന്നുണ്ട്. അനൂപ് എവിടെയാണെന്ന് നീ ഇവരോട് പറയണമെന്ന് ഞാൻ പറയില്ല. ജീവിക്കാനാണെങ്കിലും മരിക്കാനാണെങ്കിലും അത് മോള് തീരുമാനിച്ചാ മതി. ഞങ്ങള് കൂടെയുണ്ട്. വേണ്ട, ഇനി ആരും ഒന്നും പറയണ്ട. അവൻ എവിടെയാണെന്ന് ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. പക്ഷേ ഈ ഭൂമിയില് ഇനി നിങ്ങളും ഈ വീടും ഒന്നും ഉണ്ടാവില്ല. കത്തിത്തീർന്ന ശവങ്ങളും ഈ വീടിന്റെ അസ്ഥികൂടവും മാത്രമേ കാണൂ. തമ്പാനെ റെഡിയാണോ? നമ്മുടെ ആളുകളോടെല്ലാം പുറത്തിറങ്ങാൻ പറ. വേഗം അകത്തുള്ളവരെല്ലാം വിളിച്ച് വേഗം പുറത്തു പോകും. ശരിയാണോ? വാ വാ, ഇറങ്ങി ഇറങ്ങി, വേഗം വേഗം ഇറങ്ങി വാടാ അങ്ങോട്ട്. അരുത്, കൊല്ലരുത്. ഞങ്ങളെന്തിനാ കൊല്ലുന്നേ? ദേവി, ഇത് ഞങ്ങളെ കൊല്ലരുത്. അപേക്ഷയുടെ യാചനയുടെ സമയം കഴിഞ്ഞു. ഇനി കാണാൻ കളി. ഇപ്പൊ കത്തി തീരാൻ പോവാല്ല. വേണ്ട വേണ്ട, പ്ലീസ്. വേണ്ട. അണ്ണ, ഇതാ ഒമാര. എടുക്ക്. ഹലോ, തമ്പാൻ സ്പീക്കിംഗ്. കിട്ടിയോ? എപ്പോ? ഒരുത്തനും കൂടെ ഉണ്ടല്ലേ? അണ്ണാ, അവന്മാരെ കിട്ടിയണ്ണ. അവൻ ഒളിപ്പിച്ച സ്ഥലം കിട്ടി. നമ്മുടെ ആളുകൾ ഇപ്പൊ അവന്മാരെ പൊക്കും. ഇനി നിങ്ങളാരും ഒന്നും പറയണമെന്നില്ല. അവനെ ഒളിപ്പിച്ച സ്ഥലം എന്റെ ആളുകൾ കണ്ടെത്തി. തൽക്കാലം ഞാൻ നിങ്ങളെ കൊല്ലുന്നില്ല. എനിക്ക് വേണ്ടത് അനൂപിന്. അവൻ എനിക്ക് കിട്ടി.
പക്ഷേ ഒന്ന് മറക്കണ്ട, ഇപ്പൊ കൊന്നില്ലാന്ന് കരുതി ഇനി കൊല്ലില്ലാന്ന് വിചാരിക്കരുത്. ഇവിടെ കയറി വന്നതും നമ്മുടെ കൂടിക്കാഴ്ചയെല്ലാം അവസാനത്തേതാണെന്നും കരുതണ്ട. അവനെ കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇനിയും വരും. ഇനി വരുന്നത് ഒരു ടാങ്കർ നിറയെ പെട്രോളുമായിട്ടായിരിക്കും. ഒരൊറ്റ എണ്ണത്തിന്റെ ചാരം പോലും ബാക്കി വെക്കില്ല ഞാൻ. അതുവരെ ഇതൊരു ബ്രേക്ക് മാത്രം. തമ്പാനെ ആ ബടാ ദാ. അർച്ചന, ഒരു നിമിഷം വൈകിയിരുന്നെങ്കിൽ ഈ വീടും ഞങ്ങളും എല്ലാം കത്തി ചാമ്പലായനെ. അച്ഛാ, എന്ത് ക്രൂരത ഇവള് നമ്മളോട് കാണിച്ചത്. നമ്മളെല്ലാരും ചത്താലും കുഴപ്പമില്ല, ഇവള് ആങ്ങളെ മാത്രം രക്ഷപ്പെടണം. അത്രയ്ക്ക് സ്വാർത്ഥത ഈ വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടോ അച്ഛാ? ദേ, ഇവളെ എല്ലാത്തിനും കാരണം. ഈ നിൽക്കുന്ന സച്ചിയുടെയും സന്ദീപിനെ കത്തിക്കരിഞ്ഞടക്കുന്ന ശരീരങ്ങൾ അച്ഛന് കാണാൻ സാധിക്കുമായിരുന്നോ? ആദ്യം സ്നേഹയുടെ കുഞ്ഞ്, പിന്നെ അനൂപും, അത് കഴിഞ്ഞ് പാവ എന്റെ നന്ദേട്ടൻ, അതും കഴിഞ്ഞ് ഇപ്പൊ ഈ ഗുണ്ടകളുടെ വിളയാട്ടം. കാലന്റെ കയ്യിന്നാ ഇപ്പൊ എല്ലാവരും രക്ഷപ്പെട്ടത്. അത് ഓർമ്മ വേണം. ഇതിന്റെ എല്ലാം കാരണം എന്താന്ന് നിങ്ങൾക്കറിയോ? ഇവളുടെ വയറ്റിലെ കുഞ്ഞി ഈ വീട്ടിൽ ജനിച്ച ഇവിടെ മുടിഞ്ഞ് വെണ്ണീറായി പോകുന്ന ആ ജോത്സ്യം പറഞ്ഞത് അച്ഛൻ മറന്നോ? ഇവളുടെ വയറ്റിൽ കിടക്കുന്ന ഈ കുഞ്ഞ് വേണോ വേണ്ടോന്ന് ഇനി നിങ്ങൾ തീരുമാനിക്ക. എന്റെ അഭിപ്രായത്തിൽ ഈ കുഞ്ഞിനെ ഇവളുടെ വയറ്റ് വെച്ച് തന്നെ തീർക്കുന്നതാ നല്ലത്. നിർത്ത, ഇനി ഒരു അക്ഷരം മിണ്ടി പോരുത്. എഴുതി എന്താ ഉദ്ദേശിക്കുന്നത്? ഞങ്ങളുടെ കുഞ്ഞിനെ ഞാൻ കൊല്ലണോന്നാണോ? അതെ, കൊല്ലണം. അത് തന്നെയാ ഞാൻ ഉദ്ദേശിച്ചത്. ഒരു രാജ്യത്തിന് വേണ്ടി ഒരു നാടിനെയും, ഒരു നാടിന് വേണ്ടി ഒരു ഗ്രാമത്തെയും, ഒരു ഗ്രാമത്തിന് വേണ്ടി ഒരു കുടുംബത്തെയും, ഒരു കുടുംബത്തിന് വേണ്ടി ആ കുടുംബത്തിൽ ഒരാളെയും കൊല്ലുന്നതിൽ ഒരു തെറ്റുമില്ലെന്നാ ഞാൻ പറയുന്നത്. നിന്റെ കുഞ്ഞ് ഈ ഭൂമിയിൽ ഇതുവരെ ജനിച്ചിട്ടില്ല, നീ അതിന്റെ മുഖം കണ്ടിട്ടുമില്ല. അതുകൊണ്ട് ഈ കുടുംബത്തിന് വേണ്ടി നിന്റെ വയറ്റിലെ കുഞ്ഞിനെ ഇല്ലാതാക്കുന്നതിൽ ഒരു തെറ്റുമില്ല. കൊല്ലണോ അതിന്?